ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള NB വർഗീസിൻ്റെയും വത്സ വർഗീസിൻ്റെയും 10 സെൻറ്റിലുള്ള മനോഹരമായ വീടും ഗാർഡനുമാണ്. ഈ വീട് പണി കഴിപ്പിച്ചത് 23 കൊല്ലമായി. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ബൊഹേംവില്ലയാണ് വളർത്തിയിരിക്കുന്നത്. വത്സ മാമിനും അതുപോലെ തന്നെ വർഗീസ് സാറിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കൃഷി. അതും ജൈവ രീതിയിലാണ് ഇവർ കൃഷി ചെയ്തു പോകുന്നത്. പേരറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ചിക്കു ആണെങ്കിലും അമ്പഴങ്ങ, ഫിലോപ്സിയ, മാംഗോസ്റ്റിൻ, മാവ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, നെല്ലി, സീതപ്പഴം, പേരയ്ക്ക, ജാമ്പയ്ക്ക, ലൂമ്പിക്ക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ലൗലോലിക്ക എന്നാണ് പറയുന്നത്. അതുപോലെ ചെറുനാരകം, ബബ്ലൂസ് നാരകം, അതുപോലെ തന്നെ കൃഷിയാണെങ്കിലും ചീര, കോവയ്ക്ക, വഴുതനങ്ങ, തക്കാളി, പലതരത്തിലുള്ള മുളകുകൾ, അങ്ങനെ പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഗാർഡനിൽ വെർട്ടിക്കൽ ഗാർഡനാണ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുള്ളതുപോലെ തന്നെയാണ് വീടിൻ്റെ അകവും വളരെ മനോഹരമായിട്ട് ചെടികൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്. മെയിൻ ഡോറിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വലിയ ഫ്ലവർ പോട്ടുള്ള മാർബിൾ പോത്തോസാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. വീടിൻ്റെ അകത്ത് വാട്ടർ പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. കൂടുതലും മണി പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതുകൂടാതെ CC പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നല്ലൊരു എയർ പ്യൂരിഫൈങ് പ്ലാന്റും കൂടെയാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ പ്ലാന്റ് വരുന്നത്. നമ്മുടെ ലിവിങ് റൂമിന് ഒരുപാട് ഭംഗി തരുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. വർഗീസ് സാറിനാണെങ്കിലും വത്സ മാമിനും ചെടികളെ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ കൃഷിയും എല്ലാ കാര്യങ്ങളും, കൃഷിയിടത്തെ കാര്യങ്ങൾ സാർ നോക്കുകയും ഗാർഡനിലെ കാര്യങ്ങൾ മാഡം നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 2 മണിക്കൂർ അതിനുള്ള സമയമാണ്. വൈകുന്നേരത്തെ വെയിലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ 2 മണിക്കൂർ ചെടികൾ പിരിച്ച് നടാനുള്ളതും പുതുതായിട്ട് നടാനുള്ളത് വിത്തുകൾ പാകാനുള്ള ഒരു സമയമായിട്ടാണ് അവർ കാണുന്നത്. ഇത് റിട്ടയർമെൻറ്റ് ലൈഫ് ശരിക്കും അവർ ആസ്വദിച്ചാണ് പോകുന്നത്. ഡൈനിങ് ഏരിയ ചെടികൾ കൊണ്ട് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കും വീടിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്ലാന്റ്സ് കൊണ്ട് നിറയ്ക്കാം. എസ്പെഷ്യലി CC പ്ലാന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ്സ്. ഏറ്റവും നല്ല ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് നമ്മുടെ മണി പ്ലാന്റ്സ് തന്നെയാണ്. ചെറിയൊരു ബോട്ടിലാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് വീടുകളിലെ
പ്ലാന്റ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഉണ്ടാവും. ഓരോ വീടുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കും വീട്ടിൽ ഇതുപോലെ മനോഹരമായിട്ട് ചെടികൾ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടുത്തെ വെർട്ടിക്കൽ ഗാർഡനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. ഗാർഡനിൽ നോക്കുമ്പോഴത്തേക്ക് അതിൽ 28 പോട്ട്സുമായിട്ട് തുടങ്ങിയതാണ്. സാറും വൈഫും വളരെ മനോഹരമായിട്ടാണ് വെർട്ടിക്കൽ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇതിൽ കഴിഞ്ഞ 1 കൊല്ലമായിട്ടാണ് വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ കാണുന്ന ആ രൂപത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ അതിൽ 28 എന്നുള്ളത് ഇപ്പം 750-ൽ പരം ചെടികളാണുള്ളത്. വളരെ മനോഹരവും വ്യത്യസ്ത രീതിയിലുള്ള നമ്മൾ സ്ഥിരം കാണുന്ന വെർട്ടിക്കൽ ഗാർഡനിലെ ചെടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെടികൾ അവിടെ വെച്ചിരിക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യേണ്ട സമയത്ത് എല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ അകത്തെയും പുറത്തെയും കാഴ്ചകൾ കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഇനിയും ഒരുപാട് വീടുകളുണ്ട്, നല്ല ഗാർഡനുകളും ഒക്കെയുള്ള. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. ടേക്ക് കെയർ.